അതുവരെ ഓരോ കമ്പനികളും ഓരോന്നോരോന്നായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കൂടി ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ടാറ്റ ഒരു ബ്രാൻഡിങ് പോളിസിയും കൊണ്ടുവന്നു. ബ്രാൻഡിങ് പോളിസി വന്നപ്പം ചില ഓർഗനൈസേഷനിലൊക്കെ ടാറ്റ സൺസ് ആയിരുന്നു ഇതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായി വന്നത്. അവിടെയൊക്കെ ചെറിയ പെർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ പെർസെൻറ്റേജ് ആണ് എങ്കിൽ ഇവർ ചിലപ്പം വിട്ടുപോയാലോ എന്ന ഒരു കാഴ്ചപ്പാടും ആ രത്തൻ ടാറ്റയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുത്തു. അതുപോലെ തന്നെ ടാറ്റ സൺസ് എന്ന ഹോൾഡിംഗ് കമ്പനി കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് കൊടുത്തു. കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു വോയിസ് ഉണ്ടല്ലോ ആ കമ്പനിയിൽ. അവർ നേരെ സബ്സിഡറി ആയിട്ടുള്ളതുണ്ട്, അതായത് കൊളാബറേറ്റ് ചെയ്യുന്നതുണ്ട്, വേറെ പേരുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഞാൻ പറയുന്നത് ഈ ടാറ്റ ബ്രാൻഡിലേക്ക് ബ്രാൻഡ് പവർ ഒന്നും കൂടി കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പം നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരും ഒരു 4-5 നല്ല കോൺസെപ്റ്റുകൾ ഈ ടാറ്റ പരമ്പരാഗതമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ആയിരുന്നു. ആ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും ഏത് സർവീസ് എടുത്ത് നോക്കിയാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ലാതെ അവരുടെ ആരോഗ്യത്തിനും സമ്പത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ ഡിസൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ആക്ഷനിൽ അവർ ഇൻറ്റഗ്രിറ്റി 100% ഇൻറ്റഗ്രിറ്റി അവർ നിലനിർത്തിയിരുന്നു. അത് ഒരു നല്ല വാല്യൂ ജനങ്ങൾ അവർക്ക് തിരിച്ചു നൽകി.